2022 ഖത്തറിലെ ആ രാത്രി ഇന്നും ലോകം മറന്നിട്ടുണ്ടാകില്ല. ലയണൽ മെസ്സി ലോകകപ്പ് ഉയർത്തിയപ്പോൾ ഫുട്ബോൾ ലോകം കരഞ്ഞു. കാരണം അതൊരു ട്രോഫി മാത്രമായിരുന്നില്ല, അതൊരു മനുഷ്യന്റെ ജീവിതകാല സ്വപ്നം കൂടിയായിരുന്നു. പക്ഷേ ഫുട്ബോൾ നെവർ സ്റ്റോപ്സ്, ടൈം നെവർ വെയിറ്റ്സ്. ഇപ്പോൾ ലോകം മുഴുവൻ വീണ്ടും ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്: 2026 ലോകകപ്പിൽ അർജന്റീന എന്ത് ചെയ്യും? മെസ്സി വീണ്ടും വരുമോ? അർജന്റീന വീണ്ടും ലോകത്തെ കീഴടക്കുമോ? അല്ലെങ്കിൽ ഇതൊരു കാലഘട്ടത്തിന്റെ അവസാനമാകുമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 2026 ലോകകപ്പിലേക്കുള്ള അർജന്റീനയുടെ ഇമോഷണൽ യാത്രയെക്കുറിച്ചാണ്. ഒരു ടീം, ഒരു രാജ്യം, ഒരു ലെഗസി. ഒരു ലോകകപ്പ് വിജയിച്ചതിന് ശേഷം പല ടീമുകളും റിലാക്സ് ചെയ്യുന്നത് നാം കാണാറുണ്ട്. എന്നാൽ അർജന്റീനയോ, അവർ കൂടുതൽ ഡേഞ്ചറസ് ആയി മാറുന്നതാണ് നാം കാണുന്നത്. കാരണം അവർക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു രാജ്യം മുഴുവൻ ഇപ്പോൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരെയും തോൽപ്പിക്കും, കാരണം ഞങ്ങളുടെ കോച്ച് ലയണൽ സ്കലോണിയാണ്. എമിലിയാനോ മാർട്ടിനസ് ഗോൾ പോസ്റ്റിന് മുന്നിൽ ഒരു മോൺസ്റ്റർ ആണ്. ക്രിസ്ത്യൻ റൊമേറോ ഡിഫൻസിലെ വാരിയറും. എൻസോ ഫെർണാണ്ടസ് ആകട്ടെ മിഡ്ഫീൽഡ് ബ്രെയിൻ ആകുമ്പോൾ ജൂലിയൻ അൽവാരസ് സ്ട്രൈക്കിംഗ് എബിലിറ്റി കൊണ്ട് ടീമിനെ മുന്നോട്ട് നയിക്കും. ഈ ടീം ഇനി മെസ്സി മാത്രമല്ല, ഇതൊരു കംപ്ലീറ്റ് ആർമിയാണ്. 2026 ലോകകപ്പ് ആവുമ്പോൾ മെസ്സിക്ക് 39 വയസ്സാകും. ഫുട്ബോളിൽ അത് വളരെ വലിയൊരു ഏജ് തന്നെയാണ്. പക്ഷേ മെസ്സി സാധാരണക്കാരനല്ലല്ലോ. അവൻ നടക്കുമ്പോഴും സ്റ്റേഡിയം മുഴുവൻ അലൈവായി മാറും. ഒരു പാസ്, ഒരു ഡ്രിബിൾ, ഒരു ഫ്രീ കിക്ക്, ഒരു ഗെയിമിന്റെ മുഴുവൻ ഇമോഷൻ മാറ്റാൻ അത് മാത്രം മതി. പക്ഷേ ഫുട്ബോൾ വളരെ ക്രൂവലാണല്ലോ. ഒരു ദിവസം ഓരോ ലെജൻഡിനും ഗുഡ് ബൈ പറയേണ്ടി വരും. 2026 ലോകകപ്പ് അതാകാം മെസ്സിയുടെ അവസാന ലോകകപ്പ്. ഈ ചിന്ത ഫുട്ബോൾ ഫാൻസിന് വളരെ പെയിൻഫുൾ ആണ്. കാരണം മെസ്സി റിട്ടയർ ചെയ്യുന്ന ദിവസം ഫുട്ബോളിലെ ഒരു എര അവസാനിക്കും. പക്ഷേ അർജന്റീനയുടെ ഫ്യൂച്ചർ സേഫ് ആണ്. കാരണം ഒരു ജനറേഷൻ ഓൾറെഡി റെഡിയായാണ് നിൽക്കുന്നത്. ഗാരഞ്ചോ, മാക്കലിസ്റ്റർ, ഗോൺസാലസ്, എമി മാർട്ടിനസ് തുടങ്ങി എല്ലാ പ്ലേയേഴ്സും, എല്ലാവർക്കും ഒരു ഡ്രീമുണ്ട്: മെസ്സിക്ക് ഒരു പെർഫെക്റ്റ് ഫെയർവെൽ നൽകുക എന്നതാണത്. ഇമാജിൻ ചെയ്യൂ, 2026 വേൾഡ് കപ്പ് ഫൈനൽ, മെസ്സി അവസാനമായി അർജന്റീന ജേഴ്സി അണിയുന്നു. അവൻ്റെ ചുറ്റും പുതിയ ജനറേഷൻ. അതൊരു സിനിമയേക്കാൾ ഇമോഷണൽ ആയിരിക്കും. എന്നിരുന്നാലും അർജന്റീനയ്ക്ക് മുന്നിൽ വലിയ ചലഞ്ചസ് ഉണ്ട്. ഫ്രാൻസ് ഇപ്പോഴും വലിയൊരു സ്ക്വാഡാണ്. കെലിയൻ എംബാപ്പെ ഇപ്പോൾ പ്രൈം മോൺസ്റ്റർ ആണ്. ബ്രസീൽ റിവഞ്ച് മോഡിലേക്ക് വരും. ഇംഗ്ലണ്ട്, സ്പെയിൻ, പോർച്ചുഗൽ എല്ലാവരും ഹംഗ്രിയാണ്. അതിനു മുകളിൽ 2026 വേൾഡ് കപ്പ് ആദ്യമായി 48 ടീമുകളെ കാണുന്നു. മോർ മാച്ചസ്, മോർ പ്രഷർ, മോർ സർപ്രൈസസ്. ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ടൂർണമെന്റ് അവസാനിപ്പിക്കും. പക്ഷേ അർജന്റീനന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ടാലന്റ് അല്ല, അത് മെന്റാലിറ്റിയാണ്. അവർ പ്രഷറിൽ പാനിക് ആകില്ല, അവർ ഫൈറ്റ് ചെയ്യും. 2026 വേൾഡ് കപ്പ് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഈ സീൻ ഒന്ന് ഇമാജിൻ ചെയ്യുക. വേൾഡ് കപ്പ് സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അർജന്റീനയുടെ നാഷണൽ ആന്തം പ്ലേ ചെയ്യുന്നു. ക്യാമറ കണ്ണുകൾ മെസ്സിയുടെ മുഖത്തേക്ക് സൂം ചെയ്യുന്നു. 39 ഇയേഴ്സ് ഓൾഡ്, പക്ഷേ കണ്ണുകളിൽ അതേ ഫയർ. അവൻ നേരെ സ്കൈയിലേക്ക് നോക്കുന്നു. മേ ബി റിമെമ്പറിങ് റൊസാരിയോ, മേ ബി റിമെമ്പറിങ് 2040, മേ ബി റിമെമ്പറിങ് എവരിതിങ്. ലാസ്റ്റിൽ വിസിൽ മുഴങ്ങുന്നു. സ്റ്റേഡിയം മുഴുവൻ നോയ്സ്. മെസ്സി സ്ലോലി വാക്സ്. ഫുട്ബോൾ ഹിസ്റ്ററി ക്ലോസ് വൺ ഓഫ് ഹിറ്റ്സ് ലേറ്റസ്റ്റ് ചാപ്റ്റേഴ്സ്. ആ ദിവസം ലോകം മനസ്സിലാക്കും, നമ്മൾ ഫുട്ബോൾ മാത്രമല്ല കണ്ടിരുന്നത്, ഒരു ലെജൻഡ് ജീവിക്കുന്നത് കൂടി കണ്ടിരുന്നു. 2026 വേൾഡ് കപ്പ് അർജന്റീന വീണ്ടും ചരിത്രം സൃഷ്ടിക്കുമോ? മെസ്സി അവസാനമായി ലോകകപ്പ് കളിക്കുമോ? നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ചെയ്യൂ.